ഇയാൾ ശരിയാവില്ല എന്ന് കണക്കാക്കി സുദേഷ്ണൻ എന്ത് ചെയ്തു, തൻ്റെ വളർത്തമ്മയുടെ മകളുണ്ട് അവളെ വിട്ടു. അപ്പോൾ വളർത്തമ്മയുടെ ഇവർക്ക് കടും കണ്ടില്ലോ ആർക്ക്, ഈ ദീർഘതമസ്സിന്. വളർത്തമ്മയുടെ മകളായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു, അതിൽ കുറച്ച് സന്താനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരിക്കൽ രാജാവ് വന്നിട്ട് ചോദിച്ചു, ഈ മക്കളെ, പഴയ വിധി എന്താണെന്ന് വെച്ചാൽ ആര് മക്കളെ ഉണ്ടാക്കിയാലും കല്യാണം അയച്ച ആൾക്കുള്ളതാണ് ആ മക്കൾ. അച്ഛൻ ചിലപ്പോൾ വേറെയാവും, യഥാർത്ഥ അച്ഛൻ വേറെയാവും, പക്ഷെ ആ മകൻ കല്യാണം കഴിച്ച ആളുടെയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, മക്കളുണ്ടായില്ലോ, അതെൻ്റെ മക്കളല്ലേ? അല്ല, അതെൻ്റെ മക്കളാണ്. അതിന് അങ്ങയുടെ ഭാര്യയല്ല എൻ്റെ കൂടെ വന്നേ. അത് എനിക്ക് മനസ്സിലായി, എനിക്ക് കണ്ണില്ലെങ്കിലും മറ്റേ മനക്കണ്ണുണ്ട്, ഉൾക്കണ്ണുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങയുടെ ഭാര്യ സുദേഷ്ണ അവരുടെ വളർത്തമ്മയുടെ പുത്രിയാണ് എൻ്റെ അടുത്തേക്ക് വിട്ടേ, അത് അങ്ങയുടെ ഭാര്യ അല്ലല്ലോ, അപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ തന്നെയാണ്. ഓ, അതിലേറെ പുലിവലായി രാജാവിന്. അപ്പോൾ രാജാവ് പറഞ്ഞു, അത് ഒരു കാര്യം ചെയ്യാം, സുദേഷ്ണ എന്താ ഈ കാണിക്കണം, നമുക്ക് മക്കൾ വേണ്ടേ എന്നൊക്കെ നിർബന്ധിച്ചപ്പോൾ സുദേഷ്ണ ഈ ബലി എന്ന രാജാവിൻ്റെ ഭാര്യ ദീർഘതമസ്സുമായിട്ട് ബന്ധപ്പെട്ടു.